أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. سابقوا إلى مغفرة من ربكم وجنة أرضها كأرض السماء والأرض أعدت للذين آمنوا بالله ورسله ذلك فضل الله يؤتيه من يشاء والله ذو الفضل العظيم. സദഖല്ലാഹുൽ അലിയ്യുൽ അദീം. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിച്ച് തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളെയും ആദ്യമായി ഉപദേശിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ റമദാൻ നമ്മിൽ നിന്ന് വിടവാങ്ങുകയാണ്. ഏതാനും ദിനങ്ങൾ മാത്രമാണ് ഈ റമദാനിൻ്റെ അനുഗ്രഹീതമായ രാപ്പകലുകൾ നമ്മോടൊപ്പം ഉണ്ടാവുക. നമ്മൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ വേഗത്തിലാണ് ഈ അനുഗ്രഹീത മാസം നമ്മെ വിട്ട് പിരിയുന്നത്. ഇന്നലെ എന്നോണമാണ് നാം റമദാനിന് തുടക്കം കുറിച്ചത്. പക്ഷേ വളരെ പെട്ടെന്ന് റമദാൻ നമ്മോട് വിട പറയുകയാണ്. മനുഷ്യ ജീവിതവും അങ്ങനെ തന്നെയാണ്. മനുഷ്യൻ്റെ ജീവിതായുസ്സും അങ്ങനെ തന്നെയാണ്. സൂറത്ത് യാസീൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് ഹാജരാക്കപ്പെടുന്ന മനുഷ്യനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ. വനുഫിഖ ഫിസ്സൂരി ഫഇദാ ഹും മിനൽ അജ്ദാസി ഇലാ റബ്ബിഹിം യൻസിലൂൻ. കാഹളത്തിൽ ഊതപ്പെട്ട് കഴിഞ്ഞാൽ മനുഷ്യർ അവരുടെ കബറിടങ്ങളിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും. എന്നിട്ട് അവർ ധൃതി വെച്ച് അള്ളാഹുവിൻ്റെ സന്നിധിയിൽ അവർ ഹാജരാകും. ആ ഘട്ടത്തിൽ ഖാലു യാ വൈലനാ മൻ ബഅസനാ മിൻ മർകദിനാ. അവർ പറയും, ആരാണ് ഞങ്ങളെ ഈ ഉറക്കത്തിൽ നിന്ന് തട്ടി ഉണർത്തിയത്? നീണ്ട ജീവിതത്തിലെ നീണ്ട കാലയളവ് കഴിഞ്ഞ് അള്ളാഹുവിൻ്റെ മുമ്പിൽ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന ജനത പറയുകയാണ്. എന്നിട്ട് അവർ തന്നെ പറയും, ഹാദാ മാ വഅദന റഹ്മാനു വസദഖൽ മുർസലൂൻ. ഇത് ഞങ്ങളോട് അള്ളാഹ് പറഞ്ഞതാണ്, റസൂൽ ഓർമ്മപ്പെടുത്തിയതാണ്, അതെത്രമാത്രം സത്യമാണ് എന്നവർ പറയും എന്ന് ഖുർആൻ പറയുന്നുണ്ട്. ധിക്കാരികളായ ആളുകൾ ശിക്ഷിക്കപ്പെടുന്ന ഘട്ടത്തിൽ, ഒരു പുനരാലോചനയ്ക്ക് വേണ്ടി അവർ കേഴുന്ന സന്ദർഭത്തിൽ അള്ളാഹ് അവരോട് ചോദിക്കുന്നുണ്ട്, കാലക്കം ലബിസ്തും ഫിൽ അർളി അദദ സിനീൻ. അല്ല, നിങ്ങൾ ഭൂമിയിൽ എത്ര കാലമാണ് താമസിച്ചത്? ആ ഘട്ടത്തിൽ അവർ പറയും, കാലു ലബിസ്നാ യൗമൻ ഔ ബഅദ യൗം ഫസ്അലിൽ. എന്നിട്ട് ഖുർആൻ പറയുന്നുണ്ട്, പിന്നെ ഔ ബഅദ യൗം എന്ന് കഴിഞ്ഞതിന് ശേഷം ഫസ്അലിൽ അദീൻ, നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഗണിതക്കാരോട് നിങ്ങൾ ചോദിക്കുക എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അവരോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നത്, ഞങ്ങൾ ലോകത്ത് കുറച്ച് കാലം, ഏതാനും ദിവസങ്ങളാണ് ഞങ്ങൾ താമസിച്ചത് എന്നാണ്. അപ്പോൾ ഈ ജീവിതത്തെ, നമ്മുടെ ജീവിതായുസിനെ, നമ്മുടെ പിന്നിട്ട് 50 വയസ്സിനെ, നമ്മുടെ കഴിഞ്ഞ കാലയളവിനെ ഒക്കെ നമ്മൾ എടുത്ത് പരിശോധിച്ചാൽ ഇന്നലെ കഴിഞ്ഞതുപോലെയാണ് നമ്മുടെ ജീവിതായുസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ റമദാനോട് വിട പറയുമ്പോൾ അടുത്ത റമദാനിൽ നമ്മുടെ കൂട്ടത്തിൽ ആരാണ് ഉണ്ടാവുക എന്ന് നമുക്കാർക്കും പറയുക സാധ്യമല്ല. അതുകൊണ്ട് ഈ റമദാൻ നമ്മുടെ ജീവിതത്തിൽ എന്ത് സ്വാധീനം ചെലുത്തി എന്ന ചോദ്യം വളരെ പ്രസക്തമായ ചോദ്യമാണ്. നമുക്കെന്ത് ലഭിച്ചു എന്ന അന്വേഷണം വളരെ പ്രസക്തമായ അന്വേഷണമാണ്. നമ്മുടെ ഒരു മാസത്തെ ജീവിതത്തിൻ്റെ ബാലൻസ് ഷീറ്റിൽ നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്ന എന്തെല്ലാം കാര്യങ്ങളാണ് നമുക്ക് വളരെ കൃത്യമായി തിട്ടപ്പെടുത്താൻ കഴിയുന്നത് എന്നുള്ളത് ഏറെ പ്രാധാന്യമുള്ള വിഷയമാണ്. അങ്ങനെ നേടിയവനാണ് യഥാർത്ഥത്തിൽ ഈ റമദാൻ കൊണ്ട് അനുഗ്രഹീതനായവൻ എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതാണ്. എന്തെല്ലാം ഉറച്ച തീരുമാനങ്ങളാണ്, എന്തെല്ലാം മാറ്റങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ഈ റമദാൻ മുഖേന നമുക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഒന്നും നേടാൻ കഴിയാത്ത ബാലൻസ് ഷീറ്റാണ് നമുക്കുള്ളത് എങ്കിൽ നമ്മെപ്പോലെ ദൗർഭാഗ്യവന്മാർ ഈ ഭൂമിയിൽ മറ്റാരുമില്ല എന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അത്തരം ദൗർഭാഗ്യവന്മാരുടെ കൂട്ടത്തിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും ഒരു ഘട്ടത്തിൽ പറയുന്നുണ്ട്, വിശുദ്ധ റമദാൻ വന്ന് എന്നിട്ടും ജീവിതത്തെ മാറ്റാൻ കഴിയുന്നവനാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറയുന്നത് ദൗർഭാഗ്യവാൻ എന്ന്. അതുകൊണ്ട് അത്തരം ദൗർഭാഗ്യവന്മാരിൽ നിന്ന് പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമ്മൾ അള്ളാഹുവിനോട് രക്ഷ തേടേണ്ടുന്ന സന്ദർഭം കൂടിയാണിത്. ഞാൻ ഓതി വെച്ച ആയത്തും അത് തന്നെയാണ് പറയുന്നത്. സാബിക്കു ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വ ജന്നത്തിൻ അർളുഹാ കഅർളി സമാ.
ആകാശത്തോളം വിശാലമായ സ്വർഗത്തിലേക്ക് നിങ്ങൾ മുന്നേറുക എന്ന് ഖുർആൻ പറയുന്നുണ്ട്. സാബിഖു എന്ന് പറഞ്ഞാൽ നിങ്ങൾ മത്സരിച്ച് മുന്നേറുക എന്നുള്ളതാണ്. അതിന് തഫ്സീറുകളിൽ നമുക്ക് കാണാൻ കഴിയുന്ന വ്യാഖ്യാനങ്ങളിൽ കാണാവുന്നതാണ്, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ, ഭൗതിക ജീവിതത്തിന്റെ എല്ലാ രസങ്ങളെയും, ഐഹിക ജീവിതത്തിന്റെ എല്ലാ സുഖാസ്വാദനങ്ങളെയും മറികടന്ന് നിങ്ങൾ അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് നിങ്ങൾ മുന്നേറുക എന്ന് ഖുർആൻ നമ്മോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഈ റമദാനിനോട് നമ്മൾ വിട പറയുമ്പോൾ, നമ്മൾ ഈ റമദാനിൽ വളരെ സന്തോഷത്തോടു കൂടിയാണ് കഴിച്ചു കൂട്ടിയത്. ദിക്റുകളുടെ രാപ്പകലുകളാണ്, അതുപോലെ തന്നെ ദുആകളുടെ രാപ്പകലുകളാണ്, അതുപോലെ തന്നെ തിലാവത്തുൽ ഖുർആൻ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിച്ചുകൂടാനാവാതെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന നമ്മുടെ ചര്യയുടെ ഭാഗമാണ്. അതുപോലെ തന്നെ നമസ്കാരത്തിൽ നമ്മൾ ഓരോരുത്തരും കൃത്യനിഷ്ഠയോടുകൂടിയാണ് നമ്മുടെ നമസ്കാരം നിർവഹിച്ചു പോന്നിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഖിയാമുൽ ലൈൽ നിർവഹിക്കുന്നവരാണ് നമ്മിൽ അധിക പേരും. അതോടൊപ്പം തന്നെ നമ്മുടെ മുമ്പിൽ കൈനീട്ടിയ ഒരാളുടെയും കൈ നമ്മൾ മടക്കിയിട്ടില്ല. നമ്മുടെ വീടിന്റെ മുമ്പിൽ വന്നുകൊണ്ട് ഒരാവശ്യം ഉന്നയിച്ച ഒരാളെയും നമ്മുടെ പടിവാതിൽക്കൽ നിന്ന് നമ്മൾ മടക്കി വിട്ടിട്ടില്ല. ജീവിതത്തിൽ സുഹൃതം കൊണ്ട് സമ്പന്നമായ, ഖുർആൻ കൊണ്ട് അനുഗ്രഹീതമായ, ദിക്ർ കൊണ്ട് ജീവിതത്തെ നനവുറ്റതാക്കി മാറ്റിയ, ജീവിതത്തിൽ അങ്ങേയറ്റം ആവേശം പകർന്നു കിട്ടിയ, ആത്മീയമായ ഉണർവ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റിയ ഒരു മാസത്തോടാണ് നമ്മൾ വിട പറയുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് ഞാൻ പറയുക, അതുകൊണ്ട് ഈ റമദാനിൽ നമ്മൾ ആർജിച്ചിരിക്കുന്ന എന്തെല്ലാം ഗുണഗണങ്ങൾ ഉണ്ടോ, ആ ഗുണങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ തുടർന്നും നിലനിർത്തിപ്പോരാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ നമസ്കാരത്തിന്റെ കാര്യത്തിൽ കണിശതയുള്ളവരായിരുന്നു. റമദാനിന് മുമ്പ് നമസ്കാരത്തിന്റെ കാര്യത്തിൽ അത്ര തന്നെ കണിശതയില്ലാത്ത ആളുകൾ വിശുദ്ധ റമദാനിൽ ഒരു വഖത്ത് പോലും അവർക്ക് നഷ്ടപ്പെട്ടിട്ടില്ല. പ്രിയമുള്ള സുഹൃത്തുക്കളെ, വിശുദ്ധ റമദാൻ വിട പറയുന്നതോടുകൂടി നമുക്ക് ആ റമദാനിൽ നമ്മൾ ശീലിച്ച നമസ്കാരവുമായി ബന്ധപ്പെട്ട നമ്മുടെ കൃത്യനിഷ്ഠ ഈ റമദാന് ശേഷവും നമുക്ക് തുടരാൻ സാധിക്കുമ്പോഴാണ് റമദാൻ നമ്മെ സ്വാധീനിച്ചു എന്ന് നമുക്ക് പറയാൻ കഴിയുക. ജമാഅത്ത് നമസ്കാരത്തിന്റെ കാര്യത്തിൽ നമ്മൾ നല്ല കണിശതയുള്ള ആളുകളായിരുന്നു. കച്ചവടക്കാരായ ആളുകൾ, യാത്രക്കാരായ ആളുകൾ. നമ്മൾ കച്ചവടത്തിനും യാത്രക്കുമൊക്കെ ഇടയിൽ ബാങ്കുലി മുഴങ്ങുന്ന ഘട്ടത്തിൽ തൊട്ടടുത്ത പള്ളി മിനാർ നമ്മൾ തേടാറുണ്ടായിരുന്നു. കാരണം റമദാനാണ്. അതുകൊണ്ട് എൻ്റെ ജമാഅത്ത് നഷ്ടപ്പെടാൻ പാടില്ല. അതുകൊണ്ട് ജമാഅത്ത് നമസ്കാരത്തിന്റെ കാര്യത്തിൽ നമ്മൾ പാലിച്ച സൂക്ഷ്മത വളരെ വലുതാണ്. ഞാൻ പറയുന്നു, അത് റമദാനിൽ മാത്രം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിശ്ചയിച്ച് തന്നതല്ല. വിശുദ്ധ റമദാനിന് ശേഷവും ജമാഅത്ത് നമസ്കാരത്തിൽ നമ്മുടെ സൂക്ഷ്മത വെച്ച് പുലർത്താൻ കഴിയണം എന്ന് ഓരോരുത്തർക്കും തീരുമാനമെടുക്കാൻ കഴിയുമ്പോഴാണ് ഈ റമദാൻ നമ്മുടെ ജീവിതത്തെ സ്വാധീനിച്ചു എന്ന് പ്രിയമുള്ള സുഹൃത്തുക്കളെ നമുക്ക് പറയാൻ കഴിയുക. അതുപോലെ തന്നെ നമുക്കറിയാം, നമ്മൾ രാത്രി നമസ്കാരം, തറാവീഹ് നമസ്കാരം നിർവഹിക്കുന്ന ആളുകളുണ്ട്. ചില സ്ഥലങ്ങളിലെല്ലാം പലപ്പോഴും ഫർദ് നമസ്കാരത്തെക്കാൾ പ്രാധാന്യം എന്ന് തോന്നാവുന്ന സ്വഭാവത്തിൽ തറാവീഹ് നഷ്ടപ്പെടാതിരിക്കാനും വല്ലാതെ കണിശത പുലർത്തിയിരുന്ന ആളുകളുണ്ട്. അങ്ങനെ തറാവീഹ് നമസ്കാരം, രാത്രിയിലുള്ള പ്രത്യേകമായ പ്രാർത്ഥന എന്ന അർത്ഥത്തിൽ നമ്മളെല്ലാവരും നമസ്കരിച്ചവരാണ്. ഞാൻ പറയുക, അതും റമദാനിൽ മാത്രം തുടരേണ്ടതാണോ എന്ന് ചോദിച്ചാൽ, റമദാൻ കഴിഞ്ഞാലും രാത്രി നമസ്കാരമുണ്ട്. മഹാനായ പ്രവാചകൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ആയിഷ ബിബി റളിയല്ലാഹു അൻഹയോട് ചോദിക്കുന്നുണ്ട്. സഅല ആയിഷ റളിയല്ലാഹു അൻഹ കൈഫ കാനത്ത് സ്വലാത്തു റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫി റമദാൻ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ റമദാനിലുള്ള നമസ്കാരം എങ്ങനെയായിരുന്നു എന്ന് ആയിഷ ബിബിയോട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. ആ ഘട്ടത്തിൽ ആയിഷ ബിബി പറയുന്ന മറുപടി എന്താണെന്നല്ലേ? ഫഖാലത്ത്, ആയിഷ ബിബി പറയുന്നുണ്ട്, മാ കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യസീദു ഫി റമദാന വലാ ഫി ഗൈരിഹി അലാ ഇഹ്ദ അശറ റകഅതൻ, അല്ലാഹുവിന്റെ റസൂൽ റമദാനിലാകട്ടെ റമദാനിലല്ലാത്ത സന്ദർഭത്തിലാകട്ടെ അല്ലാഹുവിന്റെ പ്രവാചകൻ രാത്രി 11 റകഅത്ത് നമസ്കരിക്കാറുണ്ടായിരുന്നു എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ അല്ലാഹുവിന്റെ റസൂലിന്റെ നമസ്കാരത്തെ കുറിച്ച് മറുപടി കൊടുക്കുകയാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന നിങ്ങളോട് ഞാൻ പറയുക, നമ്മൾ റമദാനിൽ രാത്രി നമസ്കാരം ശീലിച്ചവരാണ്. സാധ്യമാകുന്ന അളവിൽ നാം രാത്രിയുള്ള നമസ്കാരം തുടരണം. നമ്മുടെ ആത്മീയമായ, നമ്മുടെ കരുത്ത് വർദ്ധിപ്പിക്കുന്ന, അള്ളാഹുവിനോട് നമ്മെ അടുപ്പിക്കുന്ന, നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ വേദനകളും വേവലാതികളും നമ്മൾ പങ്കുവെക്കുന്ന, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് ആത്മീയ ഊർജ്ജം ലഭിക്കുന്ന, രാത്രിയിൽ എല്ലാവരും ഉറങ്ങിക്കിടക്കെ ഞാനും എൻ്റെ റബ്ബും തമ്മിൽ മുനാജാത്ത് നടത്തുന്ന അത്യപൂർവമായ അവസരമാണ് റമദാനിൽ നമ്മൾ നിർവഹിച്ച രാത്രി നമസ്കാരങ്ങളിൽ നമുക്ക് കാണാവുന്നതാണ്. ആ അർത്ഥത്തിൽ വിശുദ്ധ റമദാനിന് ശേഷം നമുക്ക് അതും തുടരാൻ കഴിയേണ്ടതാണ്. നമ്മൾ എന്തോരം സൂക്ഷ്മതയാണ് പാലിച്ചത്. വാക്കുകൾ
വാക്കുകൾക്ക് സൂക്ഷ്മതയുണ്ടായിരുന്നു, ഇടപാടുകൾക്ക് സൂക്ഷ്മതയുണ്ടായിരുന്നു, സമീപനങ്ങൾക്ക് സൂക്ഷ്മതയുണ്ടായിരുന്നു, സാമ്പത്തിക രംഗത്ത് സൂക്ഷ്മതയുണ്ടായിരുന്നു, ഭാര്യയോടുള്ള പെരുമാറ്റത്തിൽ സൂക്ഷ്മതയുണ്ടായിരുന്നു, മാതാപിതാക്കളോടുള്ള പെരുമാറ്റത്തിൽ സൂക്ഷ്മതയുണ്ടായിരുന്നു, നാട്ടുകാരോടുള്ള സമീപനത്തിൽ സൂക്ഷ്മതയുണ്ടായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് എന്നോടെന്ന പോലെ ഞാൻ പറയുക, അത് എவ்விധം നമ്മൾ കാത്തു സൂക്ഷിച്ചുവോ അவ்விധം നമുക്ക് നമ്മുടെ തുടർന്നുള്ള ജീവിതത്തിലും അത് കാത്തു സൂക്ഷിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധ്യമാകേണ്ടതാണ്. നമ്മൾ ഇനി ദുനിയാവിലേക്കുള്ള യാത്രയാണ്, ജീവിതത്തിലേക്കുള്ള അഥവാ സാധാരണ നമ്മുടെ റമദാൻ കഴിഞ്ഞാലുള്ള ഒരു നോർമൽ ലൈഫിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കുകയാണ്. ഇതെല്ലാം റമദാനിൽ അഴിച്ചു വെച്ചുകൊണ്ടല്ല നമ്മൾ റമദാൻ കഴിഞ്ഞുള്ള ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കേണ്ടത്. ഇതെല്ലാം റമദാനിൽ നിന്ന് ജീവിതത്തിന് നമുക്ക് ലഭിച്ച സമ്പാദ്യമായി, ആ സമ്പാദ്യം നമ്മുടെ ജീവിതത്തിൽ നിന്ന് കൈവിട്ടു പോകാതെയാണ് നമ്മൾ റമദാൻ കഴിഞ്ഞുള്ള ജീവിതത്തിലേക്ക് പ്രവേശിക്കേണ്ടത് എന്നുകൂടി എൻ്റെ പ്രിയമുള്ള സുഹൃത്തുക്കളെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. വിശുദ്ധ ഖുർആൻ പറയുന്നില്ലേ, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുൽഹിക്കും അംവാലുക്കും വലാ ഔലാദുക്കും അൻ സിക്രില്ലാ വമൻ യഫ്അൽ ദാലിക ഫഉലൈക ഹുമുൽ ഖാസിറൂൻ. നിങ്ങളുടെ സമ്പത്ത്, നിങ്ങളുടെ സന്താനങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ നമ്മുടെ വീക്ക്നെസ് ആണ് നമ്മുടെ സന്താനങ്ങൾ എന്ന് പറയുന്നത്, നമ്മുടെ കുടുംബം എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിന്റെ താളം, അള്ളാഹു ഇഷ്ടപ്പെട്ട സ്വഭാവത്തിൽ നമ്മളെ രൂപപ്പെടുത്തേണ്ടുന്ന താളം നമുക്ക് നഷ്ടപ്പെടാറുള്ളത് നമ്മുടെ കുടുംബ ജീവിതവുമായി ബന്ധപ്പെട്ടുള്ള നെട്ടോട്ടത്തിനിടയിലാണ്. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത്, നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ സന്താനങ്ങളും അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണയിൽ നിന്ന്, ദിക്റിൽ നിന്ന് നിങ്ങൾ അശ്രദ്ധമാക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞതിന് ശേഷം ഖുർആൻ പറഞ്ഞു, ഫഉലൈക ഹുമുൽ ഖാസിറൂൻ. അത്തരം അശ്രദ്ധാലുക്കളായ ആളുകൾ യഥാർത്ഥത്തിൽ പരാജയപ്പെട്ടവരാണ് എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അതുകൊണ്ട് ഒന്നാമത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം അത് തന്നെയാണ്. റമദാനിൽ നമ്മൾ ആർജിച്ചെടുത്ത എല്ലാ അർത്ഥത്തിലുമുള്ള സൂക്ഷ്മത റമദാനിന് ശേഷമുള്ള നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നിലനിർത്താൻ പ്രിയമുള്ളവരെ കഴിയണം എന്നുള്ളതാണ്. അതേപോലെ തന്നെ സാമ്പത്തിക രംഗം, നമുക്കറിയാം ഇനി നോമ്പ് കഴിയട്ടെ എന്ന് തീരുമാനിച്ച ചില ആളുകളെങ്കിലും നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാകാം. നോമ്പിന് നമുക്ക് നല്ല സൂക്ഷ്മതയായിരുന്നു. ചില ഇടപാടുകൾക്കൊക്കെ റമദാൻ മാസത്തിൽ വന്നാൽ പറയും, റമദാനാണ്, ഇപ്പൊ അത്തരത്തിലുള്ള ഇടപാടൊക്കെ നമ്മൾ നിർത്തിവെച്ചോ, നിങ്ങൾ റമദാൻ കഴിഞ്ഞിട്ട് വാ. അങ്ങനെ ഒരു ഇസ്ലാം ഇല്ല എന്നെന്റെ സഹോദരന്മാർ മനസ്സിലാക്കേണ്ടതാണ്. റമദാനിൽ നമുക്ക് സാമ്പത്തിക രംഗത്ത് എന്തെല്ലാം സൂക്ഷ്മതകൾ ഉണ്ടായിരുന്നുവോ ആ സൂക്ഷ്മതകളൊക്കെ റമദാനിന് ശേഷവും നിങ്ങളുടെ സാമ്പത്തിക രംഗത്ത് നിങ്ങൾക്ക് വെച്ചു പുലർത്താൻ കഴിയേണ്ടതാണ്. വളരെ ലളിതമായി പറഞ്ഞാൽ, ഹറാമ് വേണ്ട എന്ന് വെച്ചിട്ടേ നമ്മൾ റമദാനിൽ നിന്ന് ഈദുൽ ഫിത്തറിൽ തക്ബീർ ധ്വനികൾ, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് എന്ന തക്ബീർ ധ്വനികളുമായിട്ട് ഈദ്ഗാഹുകളിലേക്ക് നമ്മൾ പോകാൻ പാടുള്ളൂ. എന്താണ് തക്ബീർ ധ്വനിയുടെ അർത്ഥം? അള്ളാഹുവാണ് വലിയവൻ എന്നുള്ളതാണ്. എൻ്റെ ജീവിതത്തിൽ അള്ളാഹുവിന് മീതെ വലുതെന്ന് ഞാൻ വിചാരിച്ചിരുന്ന എൻ്റെ ദേഹേച്ഛയുമായി ബന്ധപ്പെട്ട എന്തെല്ലാം കിളകൾ ഉണ്ടായിരുന്നോ അതെല്ലാം പറിച്ചെറിഞ്ഞ് എൻ്റെ ജീവിതത്തിൽ മറ്റെല്ലാറ്റിനേക്കാളും വലുത് അള്ളാഹുവാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ആ തക്ബീർ ധ്വനികളുമായി ഈദ്ഗാഹിലേക്ക് പോകുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ജീവിതത്തിൽ അയാൾ ആദ്യം പ്രഖ്യാപിക്കേണ്ടുന്ന ഒരുപാട് ഇനങ്ങളിൽപ്പെട്ട ഒന്നാണ്, ഞാൻ ഹറാമ് തിന്നൂല എന്നുള്ള കാര്യം. മറ്റൊരാളുടെ അവകാശം, അതുപോലെ തന്നെ അന്യായമായ ഒരു സമ്പത്ത്, അവിഹിതമായ ഒരു വരുമാനം, അതുപോലെ തന്നെ അധാർമികമായ വഴിയിലൂടെ സമ്പാദിച്ചിരിക്കുന്ന സ്വത്ത്, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മുടെ എല്ലാ കാര്യങ്ങളെയും അവതാളത്തിലാക്കുന്നതാണ്. അതുകൊണ്ട് ഈ റമദാനിനോട് വിട പറയുമ്പോൾ നിങ്ങൾക്ക് ലക്ഷങ്ങൾ നഷ്ടം വന്നേക്കാം, കോടികൾ നഷ്ടം വന്നേക്കാം, പക്ഷെ പരലോകം അതിനേക്കാൾ വിലമതിപ്പുള്ളതാണ്, സ്വർഗം അതിനേക്കാൾ വിലമതിപ്പുള്ളതാണ്, ജീവിതത്തിന്റെ ധാർമ്മികമായ മൂല്യം എന്ന് പറയുന്നത് അതിനേക്കാൾ വിലയുള്ളതാണ്. അതുകൊണ്ട് കോടികൾക്ക് വിലമതിക്കാനാകാത്തതാണ് നമ്മുടെ വിശ്വാസപരമായ വ്യക്തിത്വം എന്ന് പറയുന്നത്. അതുകൊണ്ട് എൻ്റെ സമ്പത്തിൽ ഹറാമ് കലരില്ല എന്ന് തീരുമാനിച്ചുകൊണ്ടാണ് നാം ഈ റമദാനോട് വിട പറയേണ്ടത്. മഹാനായ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു ഒരു ഘട്ടത്തിൽ ചോദിക്കുന്നുണ്ട്, അല്ലാഹുവിൻ്റെ റസൂലേ, എൻ്റെ പ്രാർത്ഥന സ്വീകരിക്കാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ അടിവരയിട്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ്. എൻ്റെ പ്രാർത്ഥന സ്വീകരിക്കാൻ ഞാൻ എന്താണ് റസൂലേ ചെയ്യേണ്ടത്? അള്ളാഹുവിൻ്റെ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ പറയുന്ന സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹുവിനോട് പറഞ്ഞു, സഅദേ, നിന്റെ ഭക്ഷണം ശുദ്ധമായിരിക്കണം, നിന്റെ ഭക്ഷണം ഹറാമ് കലരാത്തതായിരിക്കണം. ഹറാമ് കലർന്ന ഭക്ഷണം കഴിച്ച് ഞാൻ രണ്ട് കൈയും ആകാശത്തേക്ക് ഉയർത്തി ഞാൻ പാതിരാവിലുള്ള എൻ്റെ ഖിയാമുൽ ലൈലിൽ നിറകണ്ണുകളോടുകൂടി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുകയില്ല. കാരണം ഞാൻ ഉയർത്തിയ കൈകളിലെ, ഞാൻ ഉയർത്തിയ കരങ്ങളിലെ, ഞാൻ ഇരിക്കുന്ന എൻ്റെ ശരീരത്തിന്റെ സിരകളിലൂടെ ഒഴുകുന്ന ബ്ലഡ് ആരാന്റെ അവകാശം കലർന്നതാണ്, അയൽക്കാരന്റെ അവകാശം കലർന്നതാണ്, സഹോദരന്റെ അവകാശം കലർന്നതാണ്, കുടുംബങ്ങളുടെ അവകാശം കലർന്നതാണ്. അതുകൊണ്ട് പ്രിയമുള്ള സുഹൃത്തുക്കളെ, സാമ്പത്തിക രംഗത്ത് നമ്മുടെ സൂക്ഷ്മത നമ്മൾ പാലിക്കണമെന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. യാ അയ്യുഹന്നാസ് കുലൂ മിമ്മാ ഫിൽ അർളി ഹലാലൻ ത്വയ്യിബ വലാ തത്തബിഉ ഖുതുവാതി ശൈത്താൻ
ഷൈത്താൻ ഇന്നഹു ലക്കും അദുവ്വും മുബീൻ. നിങ്ങൾ ഹലാലായത് കഴിക്കുക, ത്വയ്യിബായത് കഴിക്കുക, നല്ലത് കഴിക്കുക, ഹലാലായത് അനുവദനീയമായത് കഴിക്കുക. നിങ്ങൾ പിശാചിന്റെ വഴി പിൻപറ്റരുത്, തീർച്ചയായിട്ടും അവൻ നിങ്ങളുടെ ശത്രുവാണ് എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനുമായുള്ള ബന്ധം നമ്മൾ ഇനി റമദാൻ കഴിഞ്ഞോ ഇനി പൂട്ടിവെക്കുക എന്ന തീരുമാനത്തിൽ ആരും എത്തരുത്. ഖുർആനും എൻ്റെ ജീവിതവും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിലെ വെളിച്ചമാണ് ഖുർആൻ എന്നുള്ളത് തന്നെയാണ്. എൻ്റെ ജീവിതത്തിൽ വെളിച്ചം നഷ്ടപ്പെട്ടാൽ അന്ധകാരമുറ്റിയ ഒരു ലോകത്ത് ജീവിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കൂരിരുട്ടുള്ള ഒരു രാവിൽ ഒരാൾക്ക് വെളിച്ചം എന്ന സ്വഭാവത്തിൽ എൻ്റെ ജീവിതത്തിൽ പ്രഭചരിയുന്ന വെളിച്ചം നൽകുന്ന ഒരു വേദഗ്രന്ഥമാണ് ഖുർആൻ എന്ന തിരിച്ചറിവ് ഈ റമദാനിൽ നമുക്ക് ഉണ്ടാകണം. ആ തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ ഖുർആനിനോടുള്ള നമ്മുടെ നിലപാട് മാറണം എന്നാണ് ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. വിശുദ്ധ ഖുർആനിന്റെ അർത്ഥാശയം അറിയുന്നവരാണ് എൻ്റെ മുമ്പിലിരിക്കുന്ന ഒട്ടനവധി പേർ എന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. പക്ഷെ ഞാൻ പറയുക, അതിനുള്ള അവസരം ധാരാളമായി നമ്മുടെ മുമ്പിലുണ്ട്. അത്തരത്തിലുള്ള അവസരം എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ പ്രയോജനപ്പെടുത്തണമെന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. എൻ്റെ ജീവിതത്തെ ഖുർആൻ സ്വാധീനിക്കണം. ഖുർആനിനെ കുറിച്ച് ഞാൻ പറഞ്ഞതാണ് ഇവിടെ. വിശുദ്ധ ഖുർആൻ നൂറ് എന്നാണ് ഖുർആൻ പറഞ്ഞത്. യുഖ്രിജൂനഹും മിനദ്ദുലുമാതി ഇലന്നൂർ, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കുക എന്നതാണ് ഖുർആനിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അക്വം, ഹിദായത്താണ് ഖുർആൻ എന്ന് നാം നേരത്തെ സൂചിപ്പിച്ചു. അതുപോലെ തന്നെ ശഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൻ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഫുർഖാൻ ഹുദൻ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഫുർഖാൻ. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് അത് ഖുർആൻ എന്ന് പറയുന്നത് ഫുർഖാനാണ് എന്ന്. ഖുർആൻ ഫുർഖാനാണ്, ഖുർആൻ നൂറാൻ, അതുപോലെ തന്നെ ഖുർആൻ ഹിദായത്താൻ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ വഴിത്താരയിൽ നമ്മുടെ വെളിച്ചമാണോ വിശുദ്ധ ഖുർആൻ എന്നുള്ള ആലോചന എൻ്റെ പ്രിയമുള്ള സഹോദരന്മാരെ, നമ്മൾ ഓരോരുത്തരും ആത്മപരിശോധന ഈ സന്ദർഭത്തിൽ നടത്തേണ്ടത് അനിവാര്യമാണ്. ഒരുപാട് വെല്ലുവിളി നേരിടുന്ന ഒരു ഉമ്മത്തിന്റെ ഭാഗമാണ് നമ്മൾ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ആ വെല്ലുവിളി അഭിമുഖീകരിക്കുന്നിടത്ത്, നമുക്ക് അതിജീവന ശേഷി നമുക്ക് പകരുന്നിടത്ത് നമ്മുടെ ഹൃദയാന്തരങ്ങളിൽ വെളിച്ചം നൽകുന്ന വിശുദ്ധ ഖുർആനിന്റെ സാന്നിധ്യം ഒഴിച്ചുകൂടാനാവാത്തതാണ് എന്ന് സാന്ദർഭികമായി നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നാലാമതായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ജീവിതത്തെ സ്വാധീനിക്കാത്ത ആരാധനകൾ ആത്മാവില്ലാത്ത ചടങ്ങുകളാണ്. യാതൊരു സംശയവും നമുക്കുണ്ടാകേണ്ട കാര്യമില്ല. നിങ്ങൾ റമദാനോട് വിട പറയുമ്പോഴുള്ള വേർപാടിന്റെ വേദന നമുക്ക് എല്ലാവർക്കും ഉണ്ട്. പക്ഷെ വിട പറയുമ്പോ ആ റമദാൻ എൻ്റെ ജീവിതത്തെ സ്വാധീനിച്ചിട്ടില്ല എങ്കിൽ അത് ചടങ്ങ് മാത്രമാണ്. നിങ്ങൾക്കറിയാലോ, വിശുദ്ധ ഖുർആൻ പറയുന്നില്ലേ, ഫവൈലുൽ ലിൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഊൻ അല്ലദീന ഹും യുറാഊൻ വയംനഊനൽ മാഊൻ. വിശുദ്ധ ഖുർആൻ പറയുന്നത് എന്താണ്? നിങ്ങൾ വിശുദ്ധ ഖുർആൻ ഫവൈലുൽ ലിൽ മുസല്ലീൻ, നമസ്കരിക്കുന്നവർക്കാണ് നരകം, നമസ്കരിക്കാത്തവർക്കാണ് നരകം എന്നല്ല പറഞ്ഞത്. നമസ്കരിക്കുന്നവർക്കാണ് നരകം, നമസ്കരിക്കുന്നവർക്കാണ് നാശം. എന്നിട്ട് ഖുർആൻ പറയുന്നത് എന്താണ്? ഫവൈലുൽ ലിൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഊൻ അല്ലദീന ഹും യുറാഊൻ വയംനഊനൽ മാഊൻ. ആളുകളെ കാണിക്കാൻ വേണ്ടി നമസ്കരിക്കുന്നവർ, അശ്രദ്ധമായി നമസ്കരിക്കുന്നവർ, മനുഷ്യർക്ക് ചുറ്റുമുള്ള മനുഷ്യർക്ക് പരോപകാരം പോലും കൊടുക്കാത്തവൻ നമസ്കരിച്ചാൽ ആ നമസ്കാരം അവന് നാശമാണ്, നമസ്കാരം നാശമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, എൻ്റെ നെറ്റിത്തടത്തിലുള്ള അടയാളമല്ല, എൻ്റെ താടിയല്ല, എൻ്റെ തൊപ്പിയല്ല, അതിനപ്പുറം എൻ്റെ ഹൃദയാന്തരങ്ങളിൽ എൻ്റെ ആരാധനാകർമ്മങ്ങൾ എவ்விதം സ്വാധീനിക്കുന്നു എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ പ്രധാനമാണ് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതാണ്. അങ്ങനെയെങ്കിൽ ഞാൻ പറയുക, ഈ റമദാനോട് നമ്മൾ വിട പറയുന്ന ഘട്ടത്തിൽ നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ നമുക്ക് നിയന്ത്രണം, ആത്മനിയന്ത്രണം പാലിക്കാൻ കഴിയുന്ന നാളുകളായിരിക്കണം വരാനിരിക്കുന്ന നാളുകൾ എന്ന് പറയുന്നത്. ലിബറൽ ജീവിതത്തിന്റെ ഒരു കുത്തൊഴുക്കിനെ കുറിച്ച് നമ്മളെല്ലാവരും ആധിയുള്ളവരാണ്, നമ്മളെല്ലാവരും അത് പറയുന്നവരാണ്. അത് കൗമാരത്തിന്റെ മാത്രം തലയിൽ കെട്ടിവെക്കേണ്ടതല്ല. എന്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തെ സ്വാധീനിച്ചു കൊണ്ടിരിക്കുന്ന മാറ്റത്തിൽ അതിന്റെ കൊടിയടയാളങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും കാണാവുന്നതാണ്. അങ്ങനെയുള്ള ലിബറൽ ജീവിതത്തിന്റെ കുത്തൊഴുക്കിൽ നമുക്ക് പിടിച്ചു നിൽക്കാനുള്ള, അല്ലെങ്കിൽ കരയണയാനുള്ള തുഴയാണ്, അല്ലെങ്കിൽ നൗകയാണ്, അല്ലെങ്കിൽ കപ്പലാണ് യഥാർത്ഥത്തിൽ നമ്മൾ നേടിയെടുത്തിരിക്കുന്ന ഈ ആത്മീയോർജം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. നമ്മുടെ ഭാര്യാസന്താനങ്ങളെ ജീവിതത്തോട് ചേർത്ത് നിർത്തി ഈ ഒഴുക്കിനെതിരെ നീന്താൻ നമുക്ക് സാധ്യമാകേണ്ടതാണ്. ഖുർആൻ പറയുന്നില്ലേ, യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ വഖൂദുഹാ അന്നാസു വൽ ഹിജാറ അലൈഹാ മലായികത്തുൻ ഇലാദുൻ ശിദാദുൻ ലാ യഅസൂനല്ലാഹ വമാ അമറഹും വയഫ്അലൂന മാ യുമറൂൻ. വിശുദ്ധ ഖുർആൻ നമ്മോട് പറയുന്നില്ലേ, അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തെ കൊള്ളക്കാക്കുക. എന്നിട്ട് ഖുർആൻ പറയുന്നത് എന്താണ്? വഖൂദുഹാ അന്നാസു വൽ ഹിജാറ, അതിനകത്തുള്ള അഗ്നി, വിറക് എന്ന് പറയുന്നത് മനുഷ്യരും കല്ലുമാണ്. മാത്രമല്ല അതിന്റെ കാവലിരിക്കുന്നത് കരുത്തരായ മലാഖമാരാണ്. എന്നിട്ട് പറയുന്നുണ്ട്, അവർ അള്ളാഹുവിന്റെ കൽപ്പനക്കപ്പുറം ഒന്നും
കൽപ്പിക്കുന്നതും ചെയ്യാൻ കഴിയാത്തവരാൻ. വയഫ്അലൂന മാ യുമറൂൻ, അവർ കൽപ്പിക്കുന്നത് ചെയ്യുന്നവരാണ്. അതുകൊണ്ട് ഞാൻ പറയുക, ഇനിയുള്ള ജീവിതത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മുടെ സൂക്ഷ്മത എന്ന് പറയുന്നത് വളരെ ശക്തമായി ഉണ്ടാകേണ്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിലേക്ക് പിശാചിനെ പറഞ്ഞു വിടുന്ന ഘട്ടത്തിൽ പിശാച് അല്ലാഹുവിനോട് പറയുന്ന ഒരു വർത്തമാനമുണ്ട്. നമ്മൾ ഖുർആൻ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഖാല ഫബിമാ അവൈതനി ലഅഖുഅദന്ന ലഹും ഫീ സിറാത്തിക്കൽ മുസ്തഖീം ثم لآتينهم من بين أيديهم ومن خلفهم وعن أيمانهم وعن شمائلهم ولا تجد أكثرهم شاكرين. ശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, എന്നോട് ഈ രീതി കാണിച്ച നാഥനോട്, അല്ലാഹുവിനോട് വെല്ലുവിളിയായിട്ട് ഇബ്ലീസ് പറയുന്ന ഒരു വർത്തമാനമാണ്, ഞാൻ നിന്റെ അടിയാറുകളുടെ അടുക്കിലേക്ക് ചെല്ലും, ഞാൻ അവരെ വഴിപിഴപ്പിക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കും. എന്നിട്ട് ചെല്ലുന്നത് എങ്ങനെയെന്ന് അദ്ദേഹം പറയുന്നുണ്ട്, ഇബ്ലീസ് പറയുന്നുണ്ട്. അത് ഇപ്രകാരമാണ്, ഞാൻ അവരുടെ അടുത്ത് ചെല്ലുക, ثم لآتينهم من بين أيديهم, ഞാൻ അവരുടെ മുമ്പിലൂടെ ചെല്ലും, ومن خلفهم, ഞാൻ അവരുടെ പിന്നിലൂടെ ചെല്ലും, وعن أيمانهم, ഞാൻ അവരുടെ വലതുഭാഗത്തു കൂടെ ചെല്ലും, وعن شمائلهم, ഞാൻ അവരുടെ ഇടതുഭാഗത്തു കൂടെ ചെല്ലും. ഇതിനർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, നാം ജീവിക്കുന്ന നമ്മുടെ ജീവിത ചുറ്റുപാടിലുടനീളം തന്നെ നാം വിശ്വസിക്കുന്ന വിശ്വാസധാരയെ, നാം മുറുകെ പിടിക്കുന്ന മൂല്യങ്ങളെ, നമ്മുടെ ജീവിത കാഴ്ചപ്പാടുകളെ അട്ടിമറിക്കാവുന്ന, ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാവുന്ന ഒരുപാട് ഘടകങ്ങൾ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എൻ്റെ മുന്നിലുണ്ടോ, എൻ്റെ പിന്നിലുണ്ടോ, എൻ്റെ ഇടതുഭാഗത്തുണ്ടോ, എൻ്റെ വലതുഭാഗത്തുണ്ടോ എന്ന തിരിച്ചറിവ് പ്രിയമുള്ള സുഹൃത്തുക്കളെ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടതാണ്. ആ അർത്ഥത്തിലുള്ള കരുതലോടുകൂടിയാണ് നമ്മുടെ ജീവിതം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. ഈ റമദാനിന്റെ അവസാന ഘട്ടത്തിൽ നമ്മൾ അനുസ്മരിക്കേണ്ടുന്ന ഒരുപാട് മനുഷ്യരുണ്ട് എന്ന കാര്യത്തിൽ ഞാൻ നിങ്ങളെ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തേണ്ടതില്ല. നമുക്കറിയാം, നമ്മൾ ജീവിക്കുന്ന നാട് ഇന്ത്യ മഹാരാജ്യമാണ്. ആരാധനാലയങ്ങൾ നിങ്ങൾക്കറിയാവുന്നതുപോലെ ടാർപോളിൻ ഷീറ്റ് കൊണ്ട് മൂടിക്കെട്ടേണ്ടി വന്ന റമദാൻ കൂടിയാണ് ഈ റമദാൻ എന്ന് നമ്മൾ മനസ്സിലാക്കണം. വിശുദ്ധ റമദാനിൽ നിങ്ങൾ റമദാനിൽ ജുമാക്ക് നമസ്കാരത്തിന് പോകാൻ ഉച്ചക്ക് നിങ്ങൾ ഇറങ്ങരുത് എന്ന് പറഞ്ഞ് 19ഓളം മസ്ജിദുകൾ ടാർപോളിൻ ഷീറ്റ് കൊണ്ട് മൂടിക്കെട്ടപ്പെട്ട റമദാനാണ് ഈ റമദാൻ. പൂർവികന്മാർ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗത്തിൽ വാഗ്ദാനം ചെയ്ത, അല്ലെങ്കിൽ വഖഫ് ചെയ്ത വഖഫ് പ്രോപ്പർട്ടിക്ക് നേരെ ഭരണകൂടം കയ്യേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്ന സന്ദർഭമാണ് ഈ സന്ദർഭം എന്ന് നമുക്കറിയാം. ആരാധനാ സ്വാതന്ത്ര്യം ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടം. 500-ലേറെ കാലഘട്ടത്തോളം മുസ്ലിങ്ങൾ ആരാധന നിർവഹിച്ച ഗ്യാൻവാപ്പി മസ്ജിദിനകത്ത് നിങ്ങൾക്കറിയാവുന്നതുപോലെ പൂജ ആരംഭിച്ച ഒരു കാലത്താണ് ഈ റമദാനിനോട് നമ്മൾ വിട പറയുന്നത്. സമ്പൽ ഷാഹി ജുമാ മസ്ജിദിന് നേരെ കയ്യേറ്റം നടത്തുക മാത്രമല്ല, അതിന്റെ പ്രസിഡന്റിന് ഇടക്കാല ജാമ്യം പോലും നിഷേധിക്കപ്പെട്ട ഒരു സന്ദർഭത്തിലാണ് നമ്മൾ അവസാനത്തെ ജുമ്മ കൂടുന്നത്. നമ്മൾ മനസ്സിലാക്കണം, ഭരണകൂടം തന്നെ ഇന്ന് വംശീയമായ ഉന്മൂലന അജണ്ട നടപ്പാക്കുന്ന ഒരു കെട്ടകാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. നിങ്ങൾ ആലോചിച്ചു നോക്കുക, വൈകുന്നേരത്ത് നിങ്ങൾ നമസ്കരിക്കുകയാണെങ്കിൽ, ഈദ് പ്രാർത്ഥന നടത്തുകയാണെങ്കിൽ നിങ്ങളുടെ പാസ്പോർട്ട് റദ്ദ് ചെയ്യുമെന്നാണ് പറയുന്നത്, നിങ്ങളുടെ ലൈസൻസ് റദ്ദ് ചെയ്യുമെന്നാണ് പറയുന്നത്. ഒരു സംസ്ഥാനത്ത് ഒരു മുഖ്യമന്ത്രി നടത്തിയ ഓർഡറാണ് ഇത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. സമ്പലിൽ സ്വന്തം വീടിന് മുകളിൽ നമസ്കരിക്കരുത് എന്നാണ് കൽപ്പന. അവിടെയുള്ള ഒരു MP പറഞ്ഞത്, സ്വന്തം പ്രോപ്പർട്ടിയിൽ ഞാൻ നമസ്കരിക്കുന്നത് ചോദ്യം ചെയ്യാൻ ഒരു ഗവൺമെന്റിന് എങ്ങനെയാണ് കഴിയുക എന്നാണ് ചോദിക്കുന്നത്. സ്വന്തം വീടിന് മുകളിൽ നിങ്ങൾ ഈദുൽ ഫിത്തർ നമസ്കരിക്കാൻ പാടില്ല, വഴിയോരത്ത് നിങ്ങൾ നമസ്കരിക്കാൻ പാടില്ല. നമ്മൾ മനസ്സിലാക്കണം, ഏത് സംസ്ഥാനത്ത് എന്ന് ചോദിച്ചാൽ ഹോളി ആഘോഷവും രാമനവമി ആഘോഷവും അങ്ങേയറ്റം അക്രമാസക്തമായി പ്രകോപനപരമായി സംഘടിപ്പിച്ച ഒരു സംസ്ഥാനത്തിനകത്താണ് സമാധാനപരമായി ഏതാനും നിമിഷങ്ങൾ അള്ളാഹുവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാനുള്ള ഒരു ജനതയുടെ സ്വാതന്ത്ര്യം നിരാകരിക്കപ്പെട്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. വിയോജിക്കുന്നിടങ്ങളിലെല്ലാം ബുൾഡോസർ രാജ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. മാത്രമല്ല, പ്രതികരിക്കുന്നവർക്ക് നേരെ UAPA ചുമത്തപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഒരു ജനാധിപത്യ സംവിധാനത്തിനകത്ത് തന്നെ ജനാധിപത്യത്തിന്റെ ചട്ടക്കൂടുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ പരസ്പരം സാമൂഹ്യ വിഭജനത്തിന് സാധ്യമാകുന്ന സ്വഭാവത്തിലുള്ള വംശീയ അജണ്ട ഒരു ഭരണകൂടം നടപ്പാക്കിപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് ഈ റമദാനിനോട് നമ്മൾ ഇവിടെ പറയുന്നത്. നിരവധി ആളുകളാണ് ജയിലിലടക്കപ്പെട്ടത് എന്ന് നിങ്ങൾക്കറിയാം. ആ ജയിലിലടക്കപ്പെട്ടവരെല്ലാം നിരപരാധികളായ ധാരാളക്കണക്കിന് ആളുകളുണ്ട്. അവർക്ക് പ്രായമായ മാതാപിതാക്കളുണ്ട്, അതുപോലെ തന്നെ അവർക്ക് അവരുടെ ഭാര്യമാരുണ്ട്, അവർക്ക് നാട്ടിൽ ജയിലിൽ കിടക്കുന്ന മാതാപിതാക്കൾ ഉണ്ടായിരിക്കാൻ അനാഥകരെ പോലെ കഴിയുന്ന മക്കളുണ്ട്. ഞാൻ പറയുന്നത് ഈ വിശുദ്ധ റമദാൻ അവരെ നമുക്ക് ഓർക്കാനുള്ള സന്ദർഭം കൂടിയാണ്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള സന്ദർഭം കൂടിയാണ്, അവരോട് നാം ഐക്യദാർഢ്യപ്പെടേണ്ടുന്ന സന്ദർഭം കൂടിയാണ്. നമുക്കറിയാം, ഗസ ഇന്ന് നമ്മുടെ മനസ്സിനെ സംബന്ധിച്ചിടത്തോളം വല്ലാതെ നമ്മെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മണ്ണാണ് ഗസ എന്ന് പറയുന്നത്. ഈ റമദാൻ വിട പറയുമ്പോൾ നമ്മുടെ നിറകണ്ണുകളോട് കൂടിയുള്ള പ്രാർത്ഥനയിൽ പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഗസ കടന്നു വരാതെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധ്യമല്ല. തൂഫാനുൽ അഖ്സയിൽ 50
5,50,000-ലധികം ആളുകളാണ് രക്തസാക്ഷികളായത്. അവർ രക്തസാക്ഷികളായത് സ്വന്തം മണ്ണിന് വേണ്ടിയാണ്, മണ്ണിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ്. അതിൽ 17,000 കുട്ടികളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ 17,000 വരുന്ന ചോര പൈതങ്ങളെ കുരുതി കൊടുത്തതിന്റെ ഉത്തരവാദി ആര് എന്ന് ചോദിച്ചാൽ ഈ രാജ്യത്ത് കോളനി സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്ന സാമ്രാജ്യത്വവും സയനിസവുമാണ്. പിറന്ന മണ്ണിന് വേണ്ടി പൊരുതുന്ന ഒരു ജനത, ഖുദ്സിന് വേണ്ടി പൊരുതുന്ന ഒരു ജനത. ഖുദ്സ് അവരുടേത് മാത്രമല്ല, ഖുദ്സ് ലോകത്തുള്ള ഒരുപാട് മതവിഭാഗങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമാണ്, ഇസ്ലാമിക സമൂഹത്തിന്റെ പ്രധാനപ്പെട്ട കേന്ദ്രമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പുണ്യം ആഗ്രഹിച്ചുകൊണ്ട് തീർത്ഥാടനം നടത്താൻ നമുക്ക് അനുവാദം തന്നിരിക്കുന്ന 3 ഗേഹങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട ഗേഹമാണ്. ഒന്ന് മസ്ജിദുൽ ഹറാമാണ്, മറ്റൊന്ന് മസ്ജിദുൽ നബവിയാണ്, മൂന്നാമത് പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ മസ്ജിദുൽ അഖ്സയാണ്. നമുക്കറിയാം, ഒന്നും നേടാനാവാതെ തുഫാനുൽ അഖ്സയിൽ നിന്ന് പിന്തിരിയേണ്ടി വന്ന നെതന്യാഹുവിന്റെ നേതൃത്വത്തിൽ ഇസ്രായേലിന്റെ ആഭ്യന്തര വിചാരണയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഒരത്താഴ സമയത്ത് അതിക്രൂരമായ രീതിയിലാണ് വംശഹത്യക്ക് തുടക്കം കുറിച്ചത്. 700-ലധികം ആളുകൾ മരണപ്പെട്ടു കഴിഞ്ഞു. അതിലും 200-ഓളം വരുന്നത് കുട്ടികളാണ്. പിഞ്ചു കുഞ്ഞുങ്ങളുടെ ജനാദ നിരന്ന് കിടക്കുന്നത് പ്രിയമുള്ള സുഹൃത്തുക്കളെ നിങ്ങൾ കാണുന്നില്ലേ? ഭക്ഷണം നിഷേധിക്കപ്പെട്ട, വെള്ളം നിഷേധിക്കപ്പെട്ട, മെഡിസിൻ നിഷേധിക്കപ്പെട്ട, വെളിച്ചം നിഷേധിക്കപ്പെട്ട, പിറന്ന മണ്ണിൽ ഒരു മനുഷ്യന് കിട്ടേണ്ടുന്ന പ്രാഥമികമായ ആവശ്യങ്ങൾ പോലും നിരാകരിക്കപ്പെട്ട ഒരു ജനതയാണ് ഇന്ന് ഗസയിലുള്ളത് എന്ന് നമുക്ക് കാണാവുന്നതാണ്. 3 ആഴ്ചയായി ഭക്ഷ്യവസ്തുക്കൾ അങ്ങോട്ട് തടയപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. 3 ആഴ്ചയോളമായി 90% ജനങ്ങൾക്കും കുടിവെള്ളം നിഷേധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ അവിടെ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്ന റിപ്പോർട്ട്. കുടിവെള്ളം കിട്ടാത്ത ഒരു ജനതയുടെ നോമ്പ് നിങ്ങൾ ആലോചിച്ചു നോക്കൂ. കുടിവെള്ളം കിട്ടാത്ത ഒരു ജനതയുടെ അത്താഴം നിങ്ങൾ ആലോചിച്ചു നോക്കൂ. കുടിവെള്ളം കിട്ടാത്ത ഒരു ജനതയുടെ റമദാനും ഇഫ്താറും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങൾ ആലോചിച്ചു നോക്കൂ. WFP എന്ന് പറയുന്ന വേൾഡ് ഫുഡ് പ്രോഗ്രാം അഥവാ UNOയുടെ സംവിധാനമാണ്. അവർ പറയുന്നത് 6 മാസത്തിന് $265 ദശലക്ഷം സഹായം കിട്ടിയെങ്കിൽ ആ ജനതയെ ഊട്ടാൻ കഴിയുകയുള്ളൂ. മാത്രമല്ല 187 ദശലക്ഷം പൗണ്ട് ഭക്ഷ്യവസ്തുക്കളാണ് അതിർത്തിയിൽ ഇസ്രായേൽ തടഞ്ഞിട്ടിരിക്കുന്നത്. ഒരു ഭാഗത്ത് ജനം ഭക്ഷണവുമായി നിലകൊള്ളുമ്പോൾ മറുഭാഗത്ത് ആ ജനതയെ പട്ടിണിക്കിട്ട് സാമ്രാജ്യത്തെ കഴുകന്മാർ ആ മണ്ണിനെ വീതം വെച്ചെടുക്കാനുള്ള ശ്രമത്തിലാണുള്ളത് നമുക്കറിയാം. ഒരു വിഭാഗം പറയുന്നത് ഞങ്ങൾ അവിടെ ടൂറിസ്റ്റ് ഭൂമിയാക്കുമെന്നാൽ, മറ്റൊരു വിഭാഗം പറയുന്നത് ഞങ്ങളുടെ വിശാല ഇസ്രായേലാക്കി മാറ്റുമെന്നുള്ളതാണ്. മറ്റൊരു രാജ്യത്തിന് അവരുടേതായ പദ്ധതിയുണ്ട്. ആ മണ്ണ് യഥാർത്ഥത്തിൽ ഫലസ്തീനികളുടെ മണ്ണാണ്. നിങ്ങൾക്കറിയോ, അവരെല്ലാവരും അവരുടെ വീട് വിട്ടിറങ്ങുന്ന ഘട്ടത്തിൽ അവരവരുടെ വീടുകളിൽ നിന്ന് വീട് പൂട്ടി അവരുടെ താക്കോൽ അരയിൽ വെച്ചിട്ടാണ് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ആ ഫലസ്തീനികൾ ഇന്നും മരണപ്പെടുന്ന ഘട്ടത്തിൽ അവരുടെ മക്കൾക്ക് കൊടുക്കുന്ന അനന്തര സ്വത്താണെന്ന് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? അഭയാർത്ഥി ക്യാമ്പുകളിലാണ് അവരുടെ ജീവിതത്തിന്റെ പ്രയാണം എന്ന് പറയുന്നത്. ഫലസ്തീനിൽ പൊരുതി ഷഹാദത്ത് വരിച്ച മഹാരഥന്മാരെ നിങ്ങളെടുത്ത് പരിശോധിച്ചു നോക്കോ. അവർ ജനിച്ചത് അഭയാർത്ഥി ക്യാമ്പുകളിലാണ്, അവർ ജീവിച്ചത് അഭയാർത്ഥി ക്യാമ്പുകളിലാണ്, അവരുടെ ജീവിത പ്രയാണം അഭയാർത്ഥി ക്യാമ്പുകളിലൂടെയാണ്. അന്നെല്ലാം അവർക്ക് അനന്തരമായി കൊടുക്കാനുള്ളത് ആ തുരുമ്പിച്ചുകൊണ്ടിരിക്കുന്ന താക്കോൽ കൂട്ടമാണ്. അവരുടെ ജീവിതത്തെ നിലനിർത്തുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം ഒരു കാലം ഞങ്ങൾക്ക് ആ വീട് തിരിച്ചു കിട്ടുമെന്നുള്ളതാണ്. ഇന്ന് അവരെ കുടിയിറക്കുന്നിടത്ത് ഇസ്രായേലിനെ കുടിയിരുത്തിക്കൊണ്ടിരിക്കുന്നു ഇസ്രായേലികളെ എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഈ സന്ദർഭത്തിൽ അവരെ നമുക്ക് ഓർക്കാതിരിക്കാൻ കഴിയില്ല. നമ്മുടെ പ്രാർത്ഥനയിൽ അവരുണ്ടാകണം. വിശുദ്ധ റമദാൻ കഴിഞ്ഞ നമ്മളൊക്കെ പെരുന്നാളിന്റെ ആരവത്തിലാണ്. നമ്മളെല്ലാവരും ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. റമദാൻ അവസാനമാകുമ്പോൾ കുട്ടികൾക്ക് നമ്മൾ വസ്ത്രം എടുത്തിരിക്കുന്നു, എല്ലാ സൗകര്യങ്ങളും നമ്മൾ ഒരുക്കിയിരിക്കുന്നു. നമ്മുടെ മുമ്പിൽ കയ്യിൽ മൈലാഞ്ചി അടിഞ്ഞ് പുതുവസ്ത്രവും ധരിച്ച നമ്മുടെ കുട്ടികൾ ഈദ് മുബാറക്കുമായി വരുമ്പോ ഞാൻ പറയുക, ഗസയിലെ കുട്ടികൾ നമ്മുടെ മനസ്സിൽ തെളിഞ്ഞു വരണമെന്നാണ്. പുഞ്ചിരി മാഞ്ഞുപോയ ഗസയിലെ പൈതങ്ങൾ നമ്മുടെ മനസ്സിൽ തെളിഞ്ഞു വരേണ്ടതാണ്. രക്തത്തിന്റെ നിണമണിഞ്ഞ പിഞ്ചു പൈതങ്ങൾ നമ്മുടെ ഹൃദയാന്തരങ്ങളിൽ ചലനം സൃഷ്ടിക്കേണ്ടതാണ്. അവർ വിശുദ്ധ പെരുന്നാളിൽ, സന്തോഷത്തിന്റെ പെരുന്നാളിൽ ഒരുപക്ഷെ അവർ പുത്തൻ ഉടുപ്പിനല്ല അവർ നെട്ടോട്ടം ഓടുന്നത്. അവർ ഓടുന്നത് കഫപ്പുടവയ്ക്ക് വേണ്ടിയാണ്. ശരീരഭാഗങ്ങൾ ശിഥിലമാക്കപ്പെട്ട പിഞ്ചുമക്കളെ ചേർത്ത് നിർത്തിക്കൊണ്ട് പടച്ചോരോട് പ്രാർത്ഥിക്കുന്ന ഉമ്മമാരെ നിങ്ങൾ കണ്ടില്ലേ? അവരുടെ നിശ്ചയദാർഢ്യം നിങ്ങൾ കണ്ടില്ലേ? ഞാൻ പറയുക, ലോകം പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരു കാലത്ത് അല്ലെങ്കിൽ ഒരു ലോകത്ത് ലോകം തന്നെ ഇതിന് അല്ലാഹുവിനോട് സമാധാനം പറയേണ്ടി വരും. വിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ചല്ലോ, വൈദൽ മൗദത്തു സുയിലത ബിഅയ്യി ദംബിൻ ഖുതിലത. എന്തിനാണ് ഈ പിഞ്ചുബാലികന്മാർ, അല്ലെങ്കിൽ എന്തിനാണ് ഈ പിഞ്ചുപൈതങ്ങൾ കൊല ചെയ്യപ്പെട്ടത് എന്ന് നാളെ പരലോകത്ത് ചോദ്യം ചെയ്യപ്പെടുമെന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ. തീർച്ചയായിട്ടും കൈകെട്ടി ലോകം മറുപടി പറയേണ്ടത്
വേണ്ടുന്ന ഏറ്റവും ഹീനമായ കൃത്യമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഈദുൽ ഫിത്തറിന്റെ സുദിനത്തിൽ പോലും, വരാനിരിക്കുന്ന ഈദുൽ ഫിത്തറിന്റെ സുദിനത്തിൽ പോലും അവർക്ക് തങ്ങാൻ ഇടമില്ല, കഴിക്കാൻ ആഹാരമില്ല, കുടിക്കാൻ വെള്ളമില്ല. പരസ്പരം ഈദാശംസ നേരുന്നതിനപ്പുറം ഒരുപക്ഷെ അനാഥരായ മക്കൾ ആശ്വസിപ്പിക്കാൻ പോലും ആശ്വാസവാക്കുകളില്ലാതെയാണ് ആ ജനത ഈ റമദാനിനെയും അതുപോലെ തന്നെ പെരുന്നാളിനെയും അവർ അഭിമുഖീകരിക്കുന്നത്. ഈ സന്ദർഭത്തിൽ ഞാൻ പറയുക, പ്രിയമുള്ളവരെ, നമ്മുടെ പ്രാർത്ഥനയിൽ ആ ജനത ഉണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തുള്ള മുഴുവൻ മർദ്ദിതരായ ജനവിഭാഗത്തെയും അനുഗ്രഹിക്കുമാറാകട്ടെ.